ഹായ് ഓൾ, ഹാപ്പി വുമൻസ് ഡേ. നമ്മളെല്ലാവരും പ്രൗഡായിട്ടുള്ള ഒരു ദിവസത്തിലാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ വുമൻസ് ഡേ കഴിഞ്ഞു പോയിട്ടുണ്ട്. താങ്ക് യു. എത്രയോ വുമൻസ് ഡേ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ വുമൻസ് ഡേ നമുക്ക് എന്തെങ്കിലും സ്റ്റോറികൾ ഉണ്ടാവും. കഴിഞ്ഞ വുമൻസ് ഡേ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയേ. അതിന് മുന്നത്തെ വുമൻസ് ഡേ എടുത്തു നോക്കിയേ. എന്താണ് നമുക്കൊരു ഓർമ്മയായിട്ടുള്ളത്? നമ്മൾ ആരെങ്കിലും ആദരിച്ചിട്ടുണ്ടോ? വീട്ടിലുള്ളവർ നമ്മളെ അംഗീകരിച്ചിട്ട് എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈവൻ നമ്മളെ ഒന്ന് സീരിയസ്ലി വിഷ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇതുപോലെ തന്നെ എല്ലാ കാലങ്ങളും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? വുമൻസ് ഡേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ കേട്ടോ. വുമൻസ് ഡേക്ക് ഇപ്പൊ നമുക്കൊരു ബർത്ത്ഡേ പറയണ പോലെ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ആരെങ്കിലുമൊക്കെ വിഷ് ചെയ്യാം. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നത് എപ്പോഴാണ്? ആ അംഗീകാരം നമ്മൾ നമുക്ക് കൊടുത്ത ആ സമയം മുതലാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ അംഗീകരിക്കുള്ളൂ. എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്? ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവര് ഇപ്പോ ഷബ്ന എന്ന പേര് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ജിൽഷ എന്ന പേര് കേൾക്കുമ്പോ, അമൃത എന്ന പേര് കേൾക്കുമ്പോ, ഫാത്തിമ എന്ന പേര് കേൾക്കുമ്പോ അവരുടെ മനസ്സിൽ എന്തായിരിക്കും സ്റ്റോറി വരുന്നുണ്ടാവാ? നമ്മളുടെ എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവാ? അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻ പെട്ടെന്ന് ഉണ്ടാകും. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ ആലോചിച്ച്, ഏറ്റവും നല്ലൊരു സുഹൃത്തിന് പേരാലോചിച്ച്, പേര് മാത്രം ആലോചിച്ചാൽ മതി. ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ പേരാലോചിക്കുക. ആ സുഹൃത്തിന്റെ പേരാലോചിക്കുമ്പോൾ ആ സുഹൃത്തിന്റെ എന്ത് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ആ സുഹൃത്തിന്റെ എന്ത് കാര്യമാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക? എന്താണ് ഓർമ്മ വരുന്നത്? ചിലപ്പോൾ നമ്മളെ കൂടുതൽ കെയർ ചെയ്യുന്നതായിരിക്കും, സ്നേഹിക്കുന്നതായിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങൾ നമുക്ക് അവരെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സിലും സന്തോഷാണോ ഉണ്ടാവുക? എല്ലാവരുടെ മനസ്സിലും സന്തോഷം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്നോ, നമ്മൾ ഗ്രോത്തിലോട്ട് പോകണമെന്നോ, വിജയിക്കണമെന്നോ ആഗ്രഹിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുക. ഒരുപക്ഷെ ആയിക്കൊള്ളണമെന്നില്ല. അത് അവര് പ്രശ്നം കൊണ്ടല്ല. അവർക്കത് അറിയില്ല. അവർക്ക് വിജയിച്ച എന്തിനാണ് സ്ത്രീകൾ വിജയിക്കുന്നത്? സ്ത്രീകൾ വിജയിക്കുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ലോകം കാണാനോ ടൂറ് പോകാനോ ആർഭാടത്തിനോ ഒന്നുമല്ല. ഏത് സ്ത്രീകളാണ് ആർഭാടത്തില് ആഹ് ഒരുപാട് മദ്യം കഴിച്ചിട്ട് വല്ലാതെ കുടുംബം നശിപ്പിച്ചിട്ടുള്ള സ്ത്രീകൾ ആരാണുള്ളത്? സ്ത്രീകൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് നേരെ പോകുന്ന അതിന്റെ സമാധാനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാ? അവരുടെ പാർട്ട്ണർക്കാണ്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനാണ്, കുട്ടികൾക്കാണ്. ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ആവേശം കൊണ്ട് പഠിപ്പ് നിർത്തിയവരൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഒരു 100 രൂപയെങ്കിലും കൂട്ടിയാൽ കൂടെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്നു ആ ഒരു എനിക്ക് പറ്റിയ പ്രശ്നം കുറച്ചും കൂടെ ബെറ്റർ ആവായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. എപ്പോ? കുറേ സമയം കഴിഞ്ഞിട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു തോട്ട് ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ മാറാൻ തയ്യാറല്ല. എല്ലാവരും കൂടിയിട്ട് എന്നെ സന്തോഷിപ്പിക്കണം, എനിക്ക് ഫ്രീഡം തരണം, എനിക്ക് കുറെ കെയർ തരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രയാസത്തിലായി പോവുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്തിനാണ് മെന്റൽ ഹെൽത്ത് സ്ത്രീകൾക്ക്? ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, മെന്റൽ ഹെൽത്ത് വേണം. എന്തിനാണ് മെന്റൽ ഹെൽത്ത്? നന്നായി നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് അവരുടെ കുട്ടികൾക്ക് നന്നായി സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ എന്താണെങ്കിൽ പോലും.
നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ എടുത്ത് ഇളക്കുന്നുണ്ടല്ലോ, ആ ഇളക്കുന്ന സമയത്ത് ഞാൻ സ്ട്രെസ്സിലൂടെയാണ് ഈ ഇളക്കുന്നത് എങ്കിൽ എന്റെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഈ ഫുഡിലൂടെ എന്റെ മക്കൾക്കാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഇവൻ ഞാൻ സെർവ് ചെയ്യുന്നത് കുറച്ച് നെഗറ്റീവ് കൂടെയാണ്, ടോക്സിക് കൂടിയിട്ടുള്ളതാണ്. അപ്പോ ആസ് എ മദർ, ആസ് എ വുമൺ, ഞാൻ എനിക്ക് മെന്റൽ ഹെൽത്ത് കിട്ടണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കാൻ, സൊസൈറ്റിയെ നോക്കാൻ, നന്നായി പഠിക്കാൻ, പല കാര്യങ്ങളും തിരിച്ചറിയാൻ. സ്ത്രീകൾക്ക് എന്തിനാ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ എന്തിനാ സ്ത്രീകൾക്ക്? പലപ്പോഴും പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പഠിപ്പ് കൂടിക്കഴിഞ്ഞാല് അവർക്ക് എന്താ പറയാ, അവരുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും, അഹങ്കാരമൊക്കെ ഉണ്ടാവും. അത് കുറച്ച് മുന്നേ ആണ്, ഇപ്പോഴല്ല ട്ടോ. എന്തിനാണ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ കുറിച്ച് അറിയാന്, കൂടെയുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാന്, വേണ്ട സപ്പോർട്ട് കൊടുക്കാന് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ. അതൊരു കോംപ്ലക്സ് ആണ് ശരിക്കും. സ്ത്രീകൾ അങ്ങാട്ട് വളർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു സ്ത്രീ, നന്നായി ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിന്, അവരുടെ ഫാമിലിക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ അയൽവാസികൾക്ക്, ആ സൊസൈറ്റിക്ക് തന്നെ അതൊരു ഗുണമായിരിക്കും. ലോകത്ത് എവിടേക്കോ 1-2% സ്ത്രീകൾ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? അല്ല. എത്രയോ സ്ത്രീകൾ വീഴ്ചയിൽ നിന്ന് ഉയർന്നു വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്ന് ചരിത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ചരിത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അതിന് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. എഡ്യൂക്കേഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മളുടെ ഇപ്പത്തെ സാഹചര്യത്തിനനുസരിച്ച്, ഞാൻ ഐടി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല, എനിക്ക് ഇഷ്ടമുള്ള മേഖല മെന്റൽ ഹെൽത്ത് ആണ്. ഇപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക? ആ ഒരു കാര്യം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം, ഇപ്പൊ കുക്കിംഗ് ആണ് ഇഷ്ടം. ഇറ്റ്സ് ഓക്കെ. നന്നായി കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യൂ. അതൊരു ബിസിനസ് ആക്കി മാറ്റൂ. നമുക്ക് പുറത്തു പോയിട്ട് തന്നെ ജോലി ചെയ്യണമെന്നില്ല. വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ പറ്റും. അത് ആദ്യം തന്നെ 1,00,000 രൂപ ഒന്നും ആവില്ല. 10 രൂപ നിങ്ങൾ സമ്പാദിക്കുകയാണെങ്കിലും അതിൽ ഞാൻ നിങ്ങളെ ഹഗ് ചെയ്തുകൊണ്ട് അപ്രിസിയേഷൻ ചെയ്യുന്നു. ഞാന് ആദ്യം ഒരു സ്ഥാപനത്തില് ഒരു കോഴ്സിന് പോയതാണ്. കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. കുറേ ദൂരമൊന്നുമല്ല, ഒരു 3, 4 വർഷം മുന്നേ. എനിക്ക് അവിടെ ഒരു സെയിൽ കൊണ്ടുവന്നാൽ 50 രൂപയാണ് കിട്ടുക. ഓക്കെ. പക്ഷെ ഞാനത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, ആ പ്രോഗ്രാം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് എനിക്കവിടെ 11 സെയിൽ കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയത് ഒരാളിൽ നിന്ന് 50 രൂപയാണ്. പക്ഷെ ആ 50 രൂപ എന്ന് ഞാൻ പറയുമ്പോ, ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാനിപ്പോ ആം, എനിക്കൊരു 500 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ എന്റെ കയ്യിലുള്ളതിനേക്കാൾ എനിക്ക് ആത്മവിശ്വാസവും സന്തോഷവും തന്നിട്ടുള്ളത് ആ 50 രൂപയാണ്. മനസ്സിലാവുണ്ടോ? ആ 50 രൂപ എന്ന് പറയുമ്പോൾ നമ്മളുടെ കഷ്ടപ്പാടാണ്, നമ്മളുടെ സ്കില്ലാണത്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെയിലിംഗ്. നിങ്ങൾക്കൊരു അച്ചാർ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ 4 വീടുകളിൽ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? കുറേ കാശ് നിങ്ങൾ ആദ്യം വിചാരിക്കേ വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഉണ്ടാകും. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന മേഖല ഒരുപക്ഷെ ട്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെഹന്തി ഇടൽ പോലും ഇപ്പൊ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തെങ്കിലും ഒരു സ്കില്ല് എന്നെ കേൾക്കുന്ന നിങ്ങൾ പഠിക്കുക. നമുക്കൊന്നുമില്ല, നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല, നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ജീവിച്ച്, അങ്ങനെ നമ്മൾ ജീവിച്ച് 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 അങ്ങനെ മരിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ പേര് കേൾക്കുമ്പോ ആളുകൾക്ക് എന്ത് മനസ്സിലോട്ട് ഓടി വരണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്കത് ഡിസൈൻ ചെയ്യാൻ കഴിയണം. അതിന് വെളിച്ചം പകരണം, ജീവൻ പകരണം. അത് നമ്മളാണ്. നിങ്ങൾ ആരും കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനും വരില്ല. കാരണം ആ മനുഷ്യർക്ക് അറിയില്ല നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അവർ സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടല്ല.
നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തുറന്നു പറയണ ഫാമിലിയോട്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആശയങ്ങളുണ്ട്, എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ ഇതിൽ വിജയിച്ച് കാണിക്കാം. ഇവൻ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു കാര്യം നമുക്ക് ട്രയലായിട്ട് ചെയ്തൂടെ? അങ്ങനെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഞാനൊരു ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ മെന്റൽ ഹെൽത്ത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞു, കുറച്ച് വലിയ സ്റ്റുഡന്റ് ആണ് കേട്ടോ, ചെറിയ കുട്ടിയല്ല, അവിടെ ഫാഷൻ ഡിസൈനിങ്ങിനോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ വന്നിട്ടുള്ള കുട്ടിയാണ്. അവരെന്നോട് പറഞ്ഞു, മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ നമുക്ക് വിഷമമുള്ള സമയത്ത് നമ്മൾക്ക് ഒരു സപ്പോർട്ട് തരാനുള്ള ഒരാളാണെന്ന്. അതാണ് മെന്റൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ആ തൂണ്, നമ്മളൊരു തൂണിനെയാണ്, അതായത് നമുക്ക് ചാരാൻ ഒരു തൂണ് വേണം എന്നുള്ളതാണ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ തൂണ് എല്ലായ്പ്പോഴും അവിടെ അവൈലബിൾ ആവണമെന്നുണ്ടോ? ആ തൂണ് അവിടെ ഇല്ലാതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറ്റൊരു തൂണ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ തൂണുകൾ പലതും മാറി നോക്കേണ്ടി വരും. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പാരന്റ്സ് നമുക്ക് തൂണിരുന്നു, പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും, മക്കൾ ഉണ്ടായിരിക്കും, റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ എല്ലാവരും നമ്മളെങ്ങനെ താങ്ങി നിർത്താൻ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവര് മനുഷ്യരാണ്. നിങ്ങളെ താങ്ങി നിർത്താൻ ആകെ കൂടി ഒരാളേ ഉള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. വിജയിക്കാൻ 100 വഴികളുണ്ട്, 100 വഴികൾ. പക്ഷെ നമ്മൾ ആദ്യം തീരുമാനിക്കണം, എനിക്ക് വിജയിക്കണോ അതോ എനിക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയോ എന്നുള്ളത്. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം? നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പറയുന്ന വ്യക്തികൾക്ക് എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളത്. ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. സ്ത്രീകൾ ചില്ലറക്കാരല്ല. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ നമുക്ക് ആ കഴിവ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് ഇവിടെ. കാരണം അത് സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. സൊസൈറ്റി സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാഞ്ഞിട്ടാണ് ട്ടോ. ഇപ്പോ കുട്ടികളുടെ പ്രശ്നം വന്നു. കുട്ടികളുടെ പ്രശ്നം വന്നപ്പോ ഏറ്റവും കൂടുതൽ പാരന്റ്സിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. പാരന്റ് എന്ന് പറയുമ്പോൾ കൂടുതലും അതിൽ ഭൂരിഭാഗവും ഉമ്മയെ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയെ ആയിരിക്കാം. കൃത്യമായിട്ടൊരു മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു അമ്മ എങ്ങനെയാണ് കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക? നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പാണ്. കുറ്റപ്പെടുത്താൻ എളുപ്പാണ്. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല. നമുക്ക് സ്നേഹം വേണം. മനുഷ്യരെ നമുക്ക് സ്നേഹം വേണം. നമ്മളോട് പലരും ക്ഷമ ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മളെ അപ്രീസിയേഷൻ ചെയ്യുന്നത് ഇഷ്ടമാണ്. നമ്മളെ ബഹുമാനിക്കുന്നത് ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്ന് വാങ്ങണം? എവിടെ നിന്ന് വാങ്ങണം? നമുക്ക് അർഹതപ്പെട്ടത് എവിടെയാണ് ഉള്ളത്? പലപ്പോഴും ആഗ്രഹിച്ചത് കിട്ടാതെ ആകുമ്പോൾ കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോയി വാങ്ങും. അപ്പൊ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കുട്ടികളും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കുട്ടികൾക്ക് ഹാപ്പിനെസ്, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഹാപ്പിനെസ് എവിടുന്നാ കിട്ടുന്നേ? അവർക്ക് എവിടുന്നാ ഏറ്റവും കൂടുതൽ ഒരു റിലാക്സേഷൻ കിട്ടുന്നേ, എൻജോയ്മെന്റ് കിട്ടുന്നേ? അങ്ങോട്ട് പോകും. ഉമ്മാക്ക് അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഉമ്മാടെ കയ്യിൽ വേണം. ഉമ്മാടെ കയ്യിൽ കൊടുക്കാൻ പറ്റണമെങ്കിൽ ഉമ്മാക്ക് ചുറ്റുമുള്ളവര് അത് ഉമ്മാക്ക് കൊടുക്കണം. ഉമ്മാക്ക് ചുറ്റുമുള്ളവർ അത് കൊടുക്കണമില്ല. ഉമ്മാക്ക് അത് കയ്യിലുമില്ല. ഉമ്മാക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു പാരന്റിന്റെയും കുട്ടിയുടെയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാരന്റിന് വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രഷർ ആണുള്ളത്. ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ. റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടാകാം. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാം. ഈ ഒരു സമയത്ത് സ്നേഹം ഇല്ലാത്ത ആ അമ്മ എവിടുന്നാണ് കുട്ടിക്കെടുത്ത് സ്നേഹം കൊടുക്കുക? ഈ സ്നേഹം എന്ന് പറയുന്നത് കുറെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക അങ്ങനൊന്നല്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്റെ കുട്ടി ഇങ്ങനെയാണ് എന്നുള്ളത്. എന്റെ കുട്ടിക്ക് ഒരു കുറവുണ്ട്, അത് നികത്താൻ എനിക്ക് പറ്റണം. നമ്മൾ അംഗീകരിക്കണം. അതിന് നമ്മൾ ആദ്യം നമ്മളെ അംഗീകരിക്കണം. നമ്മൾ ആദ്യം നമ്മളെ അംഗീകരിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന എത്ര കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? ചിലപ്പോ മാരേജ് നല്ലൊരു ഡിസിഷൻ ആയിട്ട് തോന്നിയവരുണ്ടാവും. കല്യാണം കഴിഞ്ഞപ്പോ നല്ലൊരു പാർട്ട്ണറൊക്കെ കിട്ടിയപ്പോ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ജോലി ഉണ്ടാവാം, ചില കോഴ്സുകൾ ഉണ്ടാകാം, ചില റൂട്ടീൻസ് ഉണ്ടാകാം. നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം.
കാരണം ഇത് നമുക്കൊരു സ്പേസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. ഇന്നല്ലാതെ ഇനി എന്നാ സംസാരിക്കുക? ഇന്ന് നമ്മളുടെ ദിവസമാണ്. നിങ്ങളുടെ ആശയങ്ങൾ 4 പേര് അറിയട്ടെ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ 4 പേര് അറിയട്ടെ. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നിങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് പ്രസന്റ് ചെയ്യുമെങ്കിലും ചെയ്യാം. എന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? ചിലപ്പോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കാം. കാരണം ഫാത്തിമയുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് നന്നായി ഉള്ള കാര്യം നന്നായി എടുക്കുന്ന കൂട്ടത്തിലാണ്. നമ്മൾ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്ന കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് എന്ത് എനിക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ളതിലാണ് റിസൾട്ട് വരുന്നത്. നമ്മൾ 1 രൂപ കൂട്ടി വെച്ച് 100 രൂപയാകും, 1000 ആകും, 10,000 ആകും, ലക്ഷമാകും, 1 കോടി ആകും. പക്ഷെ അതിന് ആദ്യം 1 രൂപ എടുക്കാനുള്ളൊരു ആക്ഷൻ നമ്മൾ എടുക്കണം. ആ 1 രൂപയല്ലേ എന്ന് വിചാരിച്ച് തട്ടിക്കളയല്ല. ആ 1 രൂപക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്? ഇത്രയും ഞാൻ കൂടാതെ ഇതില് 15 സ്ത്രീകൾ, പ്രൗഡ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള 15 പേരുണ്ട്. എന്തെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് ഈവൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പറയുക. എന്താണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് എനിക്ക് മാറ്റണം എന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട്, അതിൽ ഞാൻ പ്രൗഡാണ്. മിസ്സേ, പറയൂ. ഹായ് അതെ, അമൃത. ഹായ്. നമുക്ക് തോന്നും, എന്താ പറയാ, നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോ അത് ശരിയാവോ തെറ്റാവോ, അല്ലെങ്കിൽ ഞാനൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ, ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടുപേരും വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫിലായിരുന്നു. അപ്പൊ ഞാൻ അതിന്ന് ഇറങ്ങി പോരാൻ കാണിച്ച തീരുമാനമാണ് എന്റെ നല്ല തീരുമാനം എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കുറച്ചുകൂടിയും ബെറ്റർ ആവാൻ പറ്റി, സ്ട്രോങ് ആവാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ മെന്റലി എന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ മറ്റുള്ളവര് കരുതണ, എന്റെ നെഗറ്റീവായിട്ട് കരുതണ കാര്യം, ഇപ്പൊ ഞാൻ ചെയ്ത കാര്യം നെഗറ്റീവ് ആണെന്നാണ് മിക്കവരും, ഒട്ടുമിക്കവരും, എന്നെ അറിയുന്ന 3/4 ആൾക്കാരും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റായി, നീ അങ്ങനെ ചെയ്തത് തെറ്റായി എന്ന് പറയാനുള്ള ആൾക്കാരുള്ളൂ. അതില് ഒരു 1/4 ആൾക്കാർ മാത്രമാണ് നീ ചെയ്തത് ശരിയായി, അല്ലെങ്കിൽ നീ അതിന്ന് സ്ട്രഗിൾ ചെയ്ത് വെറുതെ അവരവരുടെ ലൈഫ് കളയാതെ നീ ഇറങ്ങിപ്പോയത് നന്നായി എന്ന് പറയുന്ന ഒരു കുറച്ച് പേരുണ്ടാവുള്ളൂ, വളരെ കുറച്ച്. പക്ഷെ നമുക്ക് പിന്നീട് നമുക്ക് തോന്നും നമ്മളെടുത്ത തീരുമാനമായിരുന്നു ശരി എന്നുള്ളത്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ മിസ്സിനെ പരിചയപ്പെടുന്നത്, മിസ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതെനിക്ക് ഒരുപാട് എന്താ പറയാ, പുറത്തോട്ട് ഒരു 3 മാസം ഒരു മുറിയിൽ അടച്ച് ഇരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ പുറത്തോട്ട് അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോലും പോകുമ്പോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാ ഭയങ്കര ബസ്സിൽ കയറാൻ വയ്യ, ആൾക്കാരെ മുഖത്ത് നോക്കാൻ വയ്യ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ അവിടെ ഇരിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്താ പറയാ, നന്നായി ബെറ്റർ ആവാൻ, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാൻ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പിന്നെയും ചെയ്യാനുള്ള ഒരു പ്രചോദനം അതെനിക്ക് മിസ്സാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല, കാരണം അതൊരു സന്തോഷാണോ സങ്കടാണോ അങ്ങനെ പറയാൻ വയ്യ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് അമൃത. അമൃതയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. അമൃതക്ക് കുട്ടികളുണ്ടോ? ഇല്ല ഇല്ല. അമൃത പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉം. ഇവരൊക്കെ എന്താവോ പറയുന്നുണ്ടാവുക? നമ്മൾ സൂയിസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവൻ അവിടെ നിന്നിട്ടുള്ള ആ പ്രഷറിൽ നിന്ന്, നമ്മൾ ആ ഒരു സമയത്തെ പ്രഷർ കൊണ്ട് ഇവൻ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇവൻ എന്തുകൊണ്ടെങ്കിലും നമ്മൾ ആ ഒരു രണ്ടു തവണ ശ്രമിച്ചു പരാജയപ്പെട്ടു. അതിനുശേഷമാണ് മിസ്സിന്റെ ഒരു ഇതിലേക്ക് വരുന്നത്. നമ്മള് ഇവർക്ക് അറിയില്ലേ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെന്നൊന്നും. കുറച്ച് ഫ്രണ്ട്സിന് മാത്രം. കുഴപ്പമില്ല കേട്ടോ.
അപ്പോ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് കുറച്ച് കുറച്ച് വിഷമണ്ടാവും, നഷ്ടണ്ടാവും, പ്രയാസണ്ടാവും. പിന്നെ ആരും നമ്മുടെ കൂടെ വരില്ല. ആരും നമ്മുടെ കൂടെ തീർച്ചയായും. വരില്ല. അവരെല്ലാവരും ജീവിച്ചു തുടങ്ങും. ഇപ്പൊ എന്താ സംഭവംന്ന് വെച്ചാല് നമ്മളൊരു ആക്ഷൻ എടുത്ത്, ചിലപ്പോ ആ ആക്ഷൻ എടുത്തതിന്റെ പേരിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ അതെ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമയം വരെ അതുണ്ടാകും. പക്ഷെ അമൃത ഫോക്കസ് ചെയ്യേണ്ടത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഫിനാൻഷ്യൽ സോഴ്സ് ഉണ്ടാക്കണം. നല്ല രീതിയില് നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കണം. അപ്പൊ അതെ. അതിന് നമ്മളങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമ്മളിനെ പറയാൻ ആൾക്കാരുണ്ടാവും. അഹങ്കാരിയാണ്. അവൾക്കിപ്പോ ജോലിയുണ്ട് എന്നുള്ള അഹങ്കാരാണ്. അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ടായിന്ന് വെച്ചിട്ട് നീ വലിയ ആളാവാനൊന്നും പോണില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. വളരെ ചുരുക്കം പേരാണ്. നിനക്ക് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, നിനക്കൊരു പണിയുണ്ടല്ലോ, നീ ജീവിച്ച് കാണിക്ക് പറയുന്നവര് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രം. ചിലപ്പോ നമ്മുടെ അതെ. കൂടെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവര് പോലും അങ്ങനെ പറഞ്ഞൊന്നും വരില്ല. പക്ഷെ നമുക്ക് ജീവിക്കാതിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ അമൃതയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അമൃത സന്തോഷായിട്ട് ഇരിക്കണം എന്നുള്ളവരാണ് നീ നന്നായി, ചെയ്തത് നന്നായി, നീ എവിടെയാണെങ്കിലും സന്തോഷായിട്ട് ഇരിക്കുന്ന്. ഒരു കാര്യേ ഉള്ളൂ. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നവരാ ആ വ്യക്തികൾക്ക് മാത്രം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ? സെസ്. അതെ. എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കൂടപ്പിറപ്പിന് പോലും ചിലപ്പോ നമ്മൾ സന്തോഷായിട്ടിരിക്കണ ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളിങ്ങനെ ഒരു വിക്ടിം പേഴ്സൺ പോലെ ഇങ്ങനെ നിക്കുന്നതായിരിക്കും കുറെ ആളുകൾക്ക് കംഫേർട്ട്. ഉം. കാരണം നമ്മള് ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫ്രീഡം എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ ഫ്രീഡം അല്ല. സത്യത്തിൽ നമ്മള് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുക തന്നെയാണ്. നമ്മളിങ്ങനെ അത് യുദ്ധം ചെയ്യാണ് നമ്മുടെ ജീവിതത്തിനോട്. ഉണ്ട് എന്നുള്ളത് ഒരാളും മനസ്സിലാക്കില്ല. അവൾക്കിപ്പോ എന്താ ഒരു കൂസലുള്ള്? അവൾക്ക് ഇതൊക്കെ ഉണ്ടായി. അവൾക്ക് വല്ല കൂസലുണ്ടാ? അവള് നടക്കണോക്കിയേ. അല്ല ഇടയ്ക്കിടയ്ക്ക് ചില വിഷമത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഈ വിഷമം കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സമാധാനം ആവട്ടെ. അതെ. അപ്പം അത് എന്താ അത് പറ്റിയേ? അത്രയും കാലായിണ്ടാവും ചാറ്റ് കൊടുക്കുന്നുണ്ടാവുക. എന്താ പറ്റിയേ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. കാരണം ആളുകൾ കാത്തിരിക്കുന്നത്, നമ്മൾ സന്തോഷം കാണാൻ കാത്തിരിക്കുന്നില്ല. ഇപ്പൊ ഞാനൊരു പാട്ട് പാടിയെന്ന് വിചാരിക്കാം. 100 പേര് കേൾക്കെ ഞാനൊരു പാട്ട് പാടി ഞാൻ ഇറങ്ങി വന്നാല് 10 പേര് എന്നോട് പറയും, "ആ ഷബ്ന നന്നായിട്ടുണ്ട് ട്ടോ." 10 പേര് ചിലപ്പോ എന്നോട് പറയും, "എന്താ അത്? ഭയങ്കര മോശമായിരുന്നു." അല്ലെങ്കിൽ ചിലര് പറയും, "ഒന്നും കൂടെ നന്നാക്കായിരുന്നു ട്ടോ ഷബ്ന. ഷബ്നക്ക് സംസാരിക്കാനാണ് നല്ലത്. പാട്ട് പാടാൻ അത്ര ഓക്കെ അല്ല." സത്യത്തിൽ ഇന്റെ പാട്ട് ശരിയായിട്ടോ മോശമായിട്ടോ അല്ല ഇവര് എന്നോട് കമന്റ് പറയണെ. എന്റെ ഹാപ്പിനെസിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നവര് ഇനിയിപ്പോ ഞാൻ ഒന്ന് കഴുതരാഗം പാടിയാൽ ആ നന്നായിന്ന് പറയും. കാരണം എനിക്ക് സന്തോഷായിക്കോട്ടെ വിചാരിച്ചിട്ട്. മറ്റു ചിലര് എത്ര പെർഫെക്റ്റ് ആക്കിയാലും അതിലത്തെ കുറവുകൾ കണ്ടുപിടിച്ച് നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യും. അത് ആളുകളുടെ ഒരു രീതിയാണ്. അവരതിൽ എൻജോയ് ചെയ്യട്ടെ. നമ്മളെ കാരണം അവർക്ക് ആ ഒരു സമയെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആവുകയാണെങ്കിൽ അത് മാത്രം നമ്മള് അങ്ങനെ വിചാരിക്കാം. നമുക്ക് നമ്മളുടെ വഴി മാത്രം നോക്കുക. മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചോട്ടെ. നമ്മള് റൈറ്റ് ആണോ ചെയ്യുന്നത്? നമ്മളുടെ കയ്യിൽ നാളെ ക്യാഷ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അതെ. അപ്പൊ അതുവരെ ഉള്ളൂ ഇത്. അതുവരെ ഉള്ളൂ ഈ പ്രശ്നം. നാളെ അവർക്കൊരു ഹെൽപ്പ് വരുമ്പോ നമ്മൾ ചെയ്തു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നം. ഓൾ ദി വെരി ബെസ്റ്റ് അമൃത. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ ട്ടോ. അപ്പൊ താങ്ക് യു. നിങ്ങളുടെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് പ്രൗഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. കമന്റ് ശ്രദ്ധിച്ചോളൂട്ടോ. നമ്മുടെ ഡോക്ടർ ജിൻഷ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കൂട്ടായ്മ വേണം. ഒരു കൂട്ടായ്മ വേണം. നിങ്ങളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം. സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഇവൻ സ്ത്രീകൾ മാത്രമാവണമെന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം. ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന ഹെൽത്തി കമ്മ്യൂണിറ്റി. അതിൽ എപ്പോഴും പരദൂഷണ കമ്മിറ്റി എന്ന് കൂടുതൽ പറയുന്നത് സ്ത്രീകളെ ഒരു പരദൂഷണ കമ്മിറ്റിയാക്കി മാറ്റുന്നവരുണ്ട്. ഒരു കാര്യവുമില്ല. പക്ഷെ സ്ത്രീകൾ ഒരുമിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഉണ്ടാവുക.
ആ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകണം നമ്മുടെ കൂടെ എന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തളർന്ന് കിടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെടാ, എനിക്ക് വയ്യടാ എന്ന് പറയാൻ ഇപ്പൊ നമ്മുടെ പാർട്ണർ അറ്റ് എ ടൈം അവൈലബിൾ അല്ലെങ്കിൽ കൂടി നമ്മുടെ ഫ്രണ്ടിനോട് അത് പറയാൻ പറ്റും. എനിക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ, നമ്മുടെ കോമഡികൾ ഒക്കെ ഷെയർ ചെയ്യാൻ നമുക്കൊരു ഒരു സറൗണ്ടിങ്സ് വേണം. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. എപ്പോഴും ഇങ്ങനെ ഭയങ്കര ജാട ഇട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൊഫൈലിലൊന്നും എപ്പോഴും നടക്കാൻ പറ്റിക്കോളണമെന്നില്ല. നമ്മൾ എത്ര വലുതാകുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് നമ്മള് ഓക്കെ ഗ്രേറ്റ്. നമ്മളുടെ ഉള്ളിൽ ആ കുട്ടിക്ക് വേണ്ട സന്തോഷം നമ്മൾ കൊടുക്കണം. നമുക്ക് മക്കളായാലും കുട്ടിയുണ്ട്. നമ്മൾ വയസ്സായാലും നമ്മളുടെ ഉള്ളിൽ ആ കുട്ടിയുണ്ട്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. ആ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഒരിക്കലും നമ്മൾ കംപ്ലൈന്റുകൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയും കൂടരുത്. അത് നെഗറ്റീവ് ആണ് ഉണ്ടാവുക. നെഗറ്റീവ് അക്കൗണ്ട് ആണ് അതിലുണ്ടാവുക. നിങ്ങൾക്കൊരു വിഷമമുണ്ട്. ഓക്കെ. നിങ്ങൾക്കൊരു വിഷമമുള്ള ഒരു ജോക്കായിട്ട് പറഞ്ഞോളൂ അതില്. 2 ദിവസം ജോക്കായിട്ട് പറയുമ്പോ അവർക്ക് ആദ്യം ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ അവര് ഇതുപോലെ ജോക്കായിട്ട് പറയാൻ തുടങ്ങും. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് പനിയാണെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്റെ സ്റ്റുഡൻസിന് അള്ളാ മാമേ അങ്ങനെ പറയല്ലേ എന്താ ഇത് എന്നൊക്കെ പറയും. ഇപ്പൊ എന്റെ കുട്ടികൾ പറയാം ഓൾ ദി വെരി ബെസ്റ്റ് മാം, എൻജോയ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമുക്ക് വാക്കുകൾ നമുക്ക് കുറച്ചും കൂടെ ഹാസ്യമാക്കാൻ പറ്റുകയാണ് എങ്കില് അത് കേൾക്കുമ്പോ നെഗറ്റീവ് നമുക്കും ഫീൽ ചെയ്യില്ല, മറ്റൊരാൾക്കും ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മളൊരു മദർ ഇൻ ലോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് കംപ്ലൈന്റ് ഉള്ളതാവും. കംപ്ലൈന്റിൽ ഒരു വിഷമം ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് ആലോചിക്കുക. ആ കംപ്ലൈന്റിന്റെ ഫ്രണ്ടിൽ നിങ്ങളൊരു വാക്ക് വെക്കുക. നിങ്ങളൊരു കംപ്ലൈന്റ് ആണ് പറയാൻ പോകുന്നത്. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു അമ്മായിമ്മനെ തങ്കക്കുടം പോലത്തെ ഒരു മദർ ഇൻ ലോനെ കിട്ടി. ഏഹ് മനസ്സിലാവുണ്ടോ? നമുക്ക് നാളെ നമ്മള് മദർ ഇൻ ലോ ആകും. നമ്മൾ എന്നും ഇങ്ങനെ യങ് ആയിട്ട് നിൽക്കൊന്നുമില്ല. അപ്പൊ നമ്മളെ നോക്കാൻ കുട്ടികൾ ഉണ്ടാവും. അവരുടെ നമ്മള് അവസ്ഥ പോലും നമുക്ക് നമ്മള് മഹത്തായ വ്യക്തി എന്ന് പറയണ പോലെയല്ലേ മാം? അതെ അതെ. മഹത്തായ വ്യക്തി എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല പദങ്ങൾ അതിന്റെ മുന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ അത് കുറച്ചും കൂടെ ഫൺ ആയിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എന്താ ചെയ്യാ എന്റെ ഒരു ഗതികേട് അന്ന് മുതൽ ഇത്ര വർഷമായിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അനുഭവിക്കുക ഏത് കാലത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അപ്പുറത്തെ ആള് ആ ഇക്കും ഇങ്ങനെ തന്നെ മോളെ, അനക്ക് ഇങ്ങനെയല്ലേ ഉള്ളോ, ഇക്ക് ഇങ്ങനെയും കൂടെ ഉണ്ട്. 12 മണിയാവും ഞാൻ ഉറങ്ങാൻ. ഇത്രയും പണികളുണ്ട്. എന്നാലും ആ ഒരു സ്വസ്ഥതയും സമാധാനവും തരില്ല. അപ്പൊ അടുത്താണ് ഓരോരുത്തരെ സ്റ്റോറി പറഞ്ഞു കേട്ടിട്ട് ആ ഗ്രൂപ്പ് മുഴുവൻ നെഗറ്റീവിന്റെ കൂടാരായി മാറും. അങ്ങനത്തെ ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യരുത്. ഇൻ കേസ് ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്നത് എഗൈൻ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഒരു മൈൻഡിന്റെ അക്കൗണ്ട് ഉണ്ട്. ആ മൈൻഡിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ എത്ര പോസിറ്റീവ് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം സമാധാനമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം ഇല്ലാത്തൊരു കാലമില്ല. പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ കുട്ടികളെ കൂടെയുള്ളവർ നോക്കാത്ത പ്രശ്നം ഉണ്ടാവും. നമ്മൾ തന്നെ ആയിരിക്കും സ്ട്രഗിൾ ചെയ്ത് നോക്കുന്നുണ്ടാവുക. ആദ്യമൊക്കെ നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാവുക എന്താ അറിയോ? അവര് നോക്കില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞാല് ഇക്ക് നോക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ മതി. ഇക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മതി. ഞാൻ അങ്ങനെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എന്റെ മക്കളും കണക്ഷൻ ഞാനും കൂടിയിട്ടുള്ള കണക്ഷൻ എങ്ങനെ ആക്കാൻ പറ്റും എന്ന് പറയും. ഷബ്നയോട് ചോദിച്ചോക്കെ എന്താ ഷബ്നയുടെ ഒരു അഭിപ്രായം? മൊത്തം സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്ടോ ഞാൻ ചോദിക്കുന്നത്. കാരണം ഷബ്നയാണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് ഒരു മെന്റൽ ഹെൽത്ത് കിട്ടിയാല് എന്തായിരിക്കും ഒരു വ്യത്യാസം ഉണ്ടാവുക? അല്ല മാം, ഞാൻ ആദ്യം വേറൊരു കാര്യം പറയട്ടെ. ഓക്കെ. ഞാൻ മറ്റേ അമൃത സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മൾ എടുത്ത ഡിസിഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന്. എനിക്ക് എൻ്റെ കരിയർ ഡ്രോപ്പ് വന്നതാണ് ഞാൻ അങ്ങനെ എടുത്തതിൽ എനിക്കൊരു ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഞാൻ എൻ്റെ കരിയറിൽ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ CHC വർക്ക് ചെയ്യുന്നത്. ഒപ്പം സോഡിയാക്കിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CHC എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണല്ലോ. അവിടുത്തെ ഒരു സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാലോ. അതുപോലെ സോഡിയാക്കിലാവുമ്പോൾ എനിക്ക് 1 അവറിൽ 500 റുപ്പീസ്, അതായത് 6 അവർ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കും. അപ്പൊ എനിക്ക് ഒരു ദിവസം 3000 രൂപ കിട്ടും. അങ്ങനെ 4 ദിവസമാണ് ഒരു മാസത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ സാലറി വൈസ് ആണ് ഞാൻ പറയുന്നത് കേട്ടാ. അങ്ങനെ എന്റെ കരിയർ ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ്
ചില കാരണങ്ങളുടെ പേരിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് കാരണങ്ങളൊന്നും അല്ലായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കംഫർട്ട് സോണിലായിരുന്നു. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, അത്ര അങ്ങനെ ഒരു അതിന്റെ വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ എന്റെ കരിയർ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷെ ആ കാരണങ്ങളൊന്നും ഒരു കാരണമല്ല, അത് എന്റെ എക്സ്ക്യൂസ് ആണ്. എനിക്ക് ഈ കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ എക്സ്ക്യൂസസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാല്, ഇപ്പോഴും ഞാൻ 1 അവർ കഴിഞ്ഞിട്ട് മോളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകണം എന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് ഈ വുമൻസ് ഡേയുടെ അന്ന് ഞാൻ എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആസ് ഇമ്മീഡിയറ്റ് ആസ് പോസിബിൾ ഞാൻ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നുള്ള, അതെനിക്ക് എന്തോ ഒന്ന് പറയണമെന്ന് തോന്നി ഫസ്റ്റ്. പിന്നെ മക്കളെ നോക്കണ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ മോൾക്ക് എന്റെ കബോർഡ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതെടുത്ത് വലിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത്, അത് അവൾക്ക് പുതിയ ലോകമാണ്, കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മാലൊക്കെ കൊടുന്ന് എനിക്ക് തന്നു. തൊട്ടടുത്ത് തന്നെ ഉണ്ട് ആൾ, എന്തൊക്കെയോ ആയിട്ട് എൻഗേജ്ഡ് ആണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കുറെ പണിയെടുക്കണം. എന്നാലും കുഴപ്പമില്ല, സോൾ മാസ്റ്ററുടെ ക്ലാസ്സിൽ അറിയാലോ ഞാൻ എങ്ങനെ ഇരിക്കുന്നത്. അതിനെക്കാട്ടിലും ഒരുപാട് സമാധാനത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, മാം എന്താ ചോദിച്ചത്, എന്തിനാണ് ലേഡീസിന് മെന്റൽ ഹെൽത്ത് എന്നാണോ? മാം ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? മതി. ഓക്കെ. ഉമ്മ. അപ്പോ ഇതാണ് നമ്മളെല്ലാ പരിധിയിൽ നിന്നും കൊണ്ടും നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആര് ആക്ഷൻ എടുക്കണം? നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുന്നേ അതൊന്ന് ചിന്തിക്കണം. അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. എല്ലാവരുടെ റിലേഷൻഷിപ്പും വളരെ സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഹസ്ബൻഡിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈവൻ അയൽവാസിനായിട്ട് ഒരു മോശം ടോക്സിക് ആയിട്ടുള്ള ഒരു അയൽവാസിയാണ് നമുക്ക് ചുറ്റും ഉള്ളത് എങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ തോന്നില്ല. ബുദ്ധിമുട്ടല്ലേ? പക്ഷേ നമുക്ക് മെന്റൽ ഹെൽത്ത് കിട്ടിയാൽ നമുക്ക് ചുറ്റുമുള്ളവരെ പതിയെ മാറ്റാൻ സാധിക്കും. അത് സാധിക്കും. കാരണം ആ ഒരു വീഴ്ചയിൽ നിന്ന്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എന്റെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ചാലും എന്താ പറയാ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമ്മള് മെന്റൽ ഹെൽത്ത്, ബേസിക്കലി മെന്റൽ ഹെൽത്ത് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് ആണ് എന്നെ ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളത്. മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാല് നമുക്കത് വേണം. എങ്ങനെയാണ് എനിക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപ വരെ ഞാൻ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല കോഴ്സുകളിലായിട്ട്, പല രീതിയിലായിട്ട്. പക്ഷെ അതിലൂടെയാണ് ഞാൻ മാറിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഡൗൺ ആയിട്ടുണ്ടാകും. 7 ലക്ഷം പോയാൽ 70 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എത്ര ക്യാഷ് നമ്മൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ ആ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന ഓവർ ഡ്രസ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് മേടിച്ചിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത്, അല്ലെങ്കിൽ ഓഫറിന് സാധനങ്ങൾ മേടിച്ചിട്ട് ഉപയോഗിക്കാതെ വെക്കുന്ന കാര്യം കേട്ടോ പറയണത്, ഉപയോഗിക്കുന്നതല്ല. നമ്മൾ എത്രയോ കാശ് ആവശ്യമില്ലാതെ പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പല കുറി ഇടപാടുകളും ഉണ്ട്. നേരിട്ടിട്ട് എന്താ പറയാ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്ത, കറക്റ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ലാത്ത പല കുറികളിലും സ്ത്രീകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. മലയാളികൾ പോലും അവലയിൽ നടത്തുന്നുണ്ടാവുക. ഇത്ര ക്യാഷ് ഇട്ടാൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ദയവീത് അങ്ങനത്തെ ജോയിൻ ചെയ്യരുത്. വ്യക്തമായിട്ട് കാരണങ്ങളില്ലാതെ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പ്രൂഫ് ഇല്ലാത്ത ഒന്നിലും ജോയിൻ ചെയ്യരുത്. കാരണം 2 ആത്മഹത്യാ ഭീഷണിയുള്ള 2 വ്യക്തികളെ, ആത്മഹത്യയിൽ നിൽക്കുന്ന 2 വ്യക്തികളെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്ത്രീകളാണ്. കാരണം പെട്ടെന്ന് കുറച്ച് കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹസ്ബൻഡിന് സഹായമാവുമല്ലോ എന്ന് വിചാരിച്ച് ഒരു വ്യക്തി ഇട്ടിട്ടുള്ളത് 4 ലക്ഷം രൂപ ഇട്ടാല് 7 ലക്ഷം രൂപ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലാണ്. പിന്നെ അവര് പറഞ്ഞത് ഈ 4 ലക്ഷം രൂപ തിരിച്ചു തരണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടെ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്. ഏഹ് അതൊരാള്. മറ്റൊരാള് അവൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ ഓക്കെയാണ്. ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അസുഖത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ നീ അസുഖത്തിന്റെ കാര്യം മാത്രം പറയരുതെന്ന് പറയും ഹസ്ബൻഡ്. അപ്പൊ ഇനി ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ ഗോൾഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ മന്ത്ലി എന്തോ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ തിരിച്ചു വരുന്നതാണ്. ഹസ്ബൻഡ് അറിയാതെ ഗോൾഡ് കൊടുത്തു. ശേഷമാണ് മനസ്സിലായത് അത് വളരെ പ്രശ്നമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഗോൾഡ് തിരിച്ചു കിട്ടാൻ വേണ്ടി വേറൊരാളിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഈ ഗോൾഡ് തിരിച്ചെടുത്തു. അപ്പൊ അവർക്ക് മൊത്തം ഇപ്പൊ 8 ലക്ഷത്തോളം രൂപ കടമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നീറി ഉരുകിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഷബ്ന ഞാൻ എത്ര സന്തോഷത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ്, വീടും എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ
ഇത് ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഉള്ള മെന്റൽ ഹെൽത്ത് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. നഷ്ടപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ മോനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ശബ്ദം ഓക്കെ ആണോ? ആ മാം ഞാൻ പറയാം. അതെ, മോൾക്ക് മരുന്ന് കൊടുക്കാനുള്ള നേരമായിണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയിരുന്നു, അതാ പോയത് കേട്ടോ. സ്ത്രീകൾക്ക് മെന്റൽ ഹെൽത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 കാര്യമാണ്. ഒന്ന് ഫോർ അവർ സെൽസ്, അതായത് നമുക്ക് വേണ്ടിയാണ്. രണ്ടാമത്തത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എന്റെ ഹസ്ബൻഡിനോടാണ് പറയാ പ്രശ്നങ്ങള് അല്ലെങ്കിൽ കംപ്ലൈന്റ്സ്. എനിക്ക് അത് കിട്ടിയില്ല, എന്നോട് അവരിങ്ങനെ ചെയ്തു. നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് ഇത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് പോസിറ്റിവിറ്റി ആണ് ഉണ്ടായിരിക്കുക. അത് കൊണ്ടിട്ട് നമ്മൾ അത് നെഗറ്റീവ് ആക്കി കൊടുക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം അത്. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അത് വേണ്ടേ. അത് സാരില്ല, ഇതിപ്പോ കഴിയും, ഈ പ്രശ്നം ഇതോടെ കഴിയും, നമുക്ക് അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ അത് വേണ്ടേ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കണമെങ്കിലും നമ്മുടെ ഇത് വേണം. നമ്മളെ ചായ ക്ലാസ് പോലെ നമ്മളെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെന്റൽ പീസ് ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് എന്തായാലും വേണ്ട കാര്യമാണ്. കാരണം നമ്മളെ സറൗണ്ട് ചെയ്തിട്ട് കുറെ പേര്, നമ്മളെ മക്കളാണെങ്കിലും ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ് ഷബ്ന. ഷബ്നയുടെ വാക്കുകളിലൊക്കെ ഭയങ്കര കോൺഫിഡൻസും പ്രൗഡും ഒക്കെ ഇങ്ങനെ തെളിയുന്നുണ്ട്. ആദ്യമൊന്നും സംസാരിക്കുമ്പോൾ എത്ര ക്ലാരിറ്റി ഒന്നും തോന്നിയിരുന്നില്ല. ഇപ്പൊ വളരെ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അപ്പൊ അപ്പൊ ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. പലർക്കുള്ള കൺഫ്യൂഷൻ, ഒരു സ്ത്രീക്ക് ഒരു സെൽഫ് ലവ് വന്നു കഴിഞ്ഞാല് സ്വാർത്ഥയായി പോകും എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല ട്ടോ. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. സെൽഫ് ലവ് ഒരിക്കലും നമ്മളെ കാര്യം മാത്രം ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ കൂടെ പരിഗണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ നമുക്ക് വയ്യാതെ കിടക്കും, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് താങ്ങാൻ ഒരു തൂണുണ്ടാവില്ല. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളൊരു ഭാരമായിട്ട് മാറും. എന്നെ കേൾക്കുന്ന ഏകദേശം 17 പേരുണ്ട്. 17 പേര്. നമ്മളിങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മുടെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് 17 പേരാണ് വന്നിട്ടുള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയർ. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കാം. നിങ്ങൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാതെ ചെലവഴിക്കുന്ന കാശിൽ നിന്ന് ₹1 കുറച്ച് ₹10 എടുത്ത് വെച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് വാങ്ങി വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുക എന്നുള്ളത് ഇപ്പൊ തീരുമാനം എടുക്കാം. പിന്നെ എന്തെങ്കിലും കോഴ്സ് മെന്റൽ ഹെൽത്തുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലുമായിട്ടോ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും കൂടുതൽ എനിക്ക് അറിയാത്ത കാര്യമുണ്ട്, അപ്പൊ അതിലെങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കണ്ടെത്താൻ പറ്റും, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യമല്ല, കോഴ്സുകളോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കുറേ കാശൊന്നും വേണ്ട. ഫ്രീ ആയിട്ട് യൂട്യൂബിലും ഒക്കെ തന്നെ ഉണ്ട്. ഗൂഗിളിൽ തന്നെ എന്തോരം സ്കില്ലുകൾ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഫ്രീ ആയിട്ട് തരുന്നതിനോട് നമുക്ക് വാല്യൂ തോന്നില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇനിയിപ്പോ ഇതൊന്നല്ല, നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്നുണ്ട്, കുറെ കാലമായി വിചാരിക്കുന്നു, പക്ഷെ ആരും വാങ്ങി തരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ. ആരും വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ അത് എനിക്ക് വേണ്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാങ്ങാനോ അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന ഒരു ഡിസിഷൻ എടുത്ത് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ. പേഴ്സണൽ ആവാം, മാം പ്രൊഫഷണൽ ഞാനൊരു കുഞ്ഞു കാര്യം പറയട്ടെ, ആയിക്കോട്ടെ. പെട്ടെന്ന് പറയേ. അതെ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴേ അവര് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ പയ്യെ പയ്യെ കഴിക്കുള്ളൂ, മുറ്റത്തൊക്കെ ഇറങ്ങി നടന്നിട്ടാണ്. അപ്പൊ ഇപ്പൊ നോമ്പിനല്ല, നോമ്പ് ജസ്റ്റ് മുന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോഴെന്റെ നൈബർ പറഞ്ഞു, എന്താണ് കഴിക്കും മക്കളെ, എന്നിട്ട് വേണ്ട ഉമ്മിക്ക് കഴിക്കാനേ, എങ്ങനെ നടക്കും ഇങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടാ. സിമ്പതി, സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിക്ക് ആദ്യം എന്ന് പറഞ്ഞു. ആദ്യം കഴിച്ചോ? ഇപ്പോഴത്തെ തള്ളാരൊക്കെ ആദ്യം കഴിക്കും എന്നിട്ട് മക്കൾക്ക് കൊടുക്കത്തുള്ളൂ. പണ്ട് നമ്മളൊന്നും എങ്ങനെയല്ലായിരുന്നു, മക്കള് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മള് കഴിക്കുള്ളൂ. അപ്പൊ ആ സ്നേഹം, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ വന്നത് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാനുള്ള എനർജി വേണ്ട, ഇവര് വേഗം കഴിക്കില്ല, കുറെ സമയം എടുക്കും. അപ്പൊ എനിക്ക് എനർജി വേണ്ടേ, അപ്പൊ ഞാൻ ആദ്യം കഴിക്കും, എന്റെ തടി കാത്തിട്ട് ഞാൻ ബാക്കി നോക്കുള്ളൂ എന്ന് പറഞ്ഞേട്ടാ.
അപ്പൊ ഇപ്പോഴത്തെ തള്ളവരൊക്കെ ഇങ്ങനെ അപ്പുറത്തെ രാശി ഇങ്ങനെ തന്നെ പറയാറ്, സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മാത്രം മക്കളെ നോക്കുള്ളൂ എന്ന്. അപ്പോഴാദ്യം സ്നേഹത്തിൽ തുടങ്ങിയതാണ്, അവസാനം വന്നത് എന്താ നോക്കിയേ, അപ്പൊ അതാണ് ഇത് സെൽഫ് ശരിക്കും ലവ്. സ്നേഹമാണോ? എങ്ങനെ? ശരിക്കും നമ്മളോടുള്ള സ്നേഹമാണോ അപ്പൊ അത്? അപ്പൊ അതാണ് അത് തുടങ്ങി വെച്ചത്. വന്ന വേഗം കഴിക്കും, ഉമ്മിക്ക് കഴിക്കണ്ടേ പറഞ്ഞ ആൾക്കാർ അത് നേരെ തിരിഞ്ഞ്. അപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാറുട്ടോ, എന്റെ കഴിച്ചിട്ടേ മക്കൾക്ക് കൊടുക്കുള്ളൂ. എനിക്ക് അത്രയും നേരം കാത്തു നിക്കണ്ടേ, പുറത്തൊക്കെ നടന്ന് റോട്ടിൽ നടന്ന് എടുത്ത് ഓരോന്ന് കാണിച്ച്. അപ്പൊ എന്റെ ആദ്യം അങ്ങ് കഴിക്കും, എന്നിട്ട് ആ പാത്രത്തിൽ അവർക്ക് എടുത്തിട്ട് അങ്ങ് ഞാൻ പുറത്തിറങ്ങും. അങ്ങനെ തന്നെ കൊടുക്കാറ് ഇപ്പം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആളുകൾ കാണുന്ന കാഴ്ചപ്പാടിലാണ് അവര് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഫണ്ണായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. കുറച്ച് മുന്നാണെങ്കിൽ എന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? ഇപ്പൊ നമുക്ക് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. നമുക്ക് അവരെ മാറ്റല്ല. അവരെ മനുഷ്യന്മാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫണ്ണാണ്. ഒരാൾ നമ്മളെ ഇല്ല, പറ്റി മുന്നേ കുറ്റം ആണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം മുതൽ തിരിച്ചു ചെയ്യും, മക്കൾക്ക് തന്നെ കൊടുത്ത്. അതാണല്ലോ ശരി, അതാണല്ലോ എല്ലാവരും കാണാൻ വിചാരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിയൊക്കെ ആയിട്ടാവും കഴിക്കുക, മക്കളെല്ലാം കൊടുത്ത് കുളിയെല്ലാം കഴിപ്പിച്ച് എന്നിട്ട് കഴിക്കും. മുന്നേ ആണെങ്കിൽ. ഇപ്പൊ എനിക്കറിയാം, ഇല്ല പറഞ്ഞോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, അതെനിക്ക് നോക്കണ്ടെന്നുള്ളത് എനിക്ക് അറിയുന്നോണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഡ്രാമക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ലൈഫ്. നമുക്ക് ഷബ്നാക്ക് നല്ല ചുമയുണ്ട്. അപ്പൊ അവരുടെ സംതൃപ്തി അങ്ങനെ വേണ്ട നമുക്ക്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ നിന്നാൽ നമ്മൾ നമ്മളെ മറന്നു പോകും. നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യണം ട്ടോ. അത് മറ്റൊരു കാര്യം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ജീവിക്കരുത്. കാരണം ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴത്തേനും നമ്മളിപ്പോ ചിലപ്പോൾ പരലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും. എല്ലാ ആളുകളും മരിച്ചതിന്റെ ശേഷം മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് അവിടെ നിന്നിട്ട് കേൾക്കുക, കാണുക എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാ. കാരണം എന്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞ, മരിച്ചാ നല്ല 4 ആൾക്കാര് നല്ലത് എന്തേലും പറയാൻ വേണ്ട മോളെ എന്നൊക്കെ ഇങ്ങനെ പറയണേക്കാം. മരിച്ച ആൾക്കാര് നല്ലത് പറയോ എന്താ പറയാൻ ഞമ്മക്കറിയില്ലല്ലോ. മരിക്കുമ്പോ നല്ലത് പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉരുകി 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 ജീവിക്കണം. ഏഹ് പക്ഷെ നമ്മൾ മരിച്ചാൽ ഉരുകുമ്പോ എത്ര മോശം ആൾക്കാര് നല്ലത് തന്നെ പറയും എല്ലാവരും. അതങ്ങനെ ഉള്ളൂ. അതത്രേ ഉള്ളൂ. കാരണം അയാളുടെ മരിക്കുന്നവരെ കാത്തിരിക്കണം ഇവരൊക്കെ നല്ലതൊന്ന് പറയാനെന്ന് മാത്രം. അപ്പൊ അത് പറയാം. അപ്പൊ ജിൽഷ കമോൺ, ജിൽഷ ഒന്ന് അൺമ്യൂട്ട് ചെയ്തല്ലോ. ജിൽഷക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാന് മറ്റേ ഷാന പറയുന്നത് കേട്ടിട്ടേ, എന്ന് വെച്ചാല് നമ്മുടെ പാരന്റ്സിനെ കണ്ടിട്ടാണല്ലോ നമ്മള് ഇപ്പൊ ഈ വന്ന് ചോദിച്ച വ്യക്തി എന്ന് പറഞ്ഞല്ലോ കാര്യം. നമ്മളൊക്കെ സ്ത്രീകളെ ഇപ്പോഴാണ് വുമൺ എംപവർമെന്റും അതുപോലെ സ്ത്രീകൾ പഠിക്കണം സമൂഹത്തിന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എംപവർമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. മറ്റേന്ന് പറഞ്ഞ സ്ത്രീകൾ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെ ഒക്കെ മറ്റേ ഭൂമി ദേവി എന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. കാര്യം ചവിട്ടി ഇപ്പൊ എന്നോടൊക്കെ ചെറുപ്പത്തിൽ ഇമ്മ പറയായിരുന്നു, ഒരാള് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ കവളും കൂടെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഭയങ്കര എന്താ പറയാ ക്ഷമാശീലം വേണം. ഇപ്പൊ എന്റെ ഉമ്മയൊക്കെ ഒരു ആപ്പിൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ, പക്ഷെ ഉമ്മ നമുക്കൊക്കെ തന്നിട്ട് അവസാനം ഒരു ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി കഴിച്ചോന്ന് പറയും. അപ്പൊ അത് കണ്ടു വളർന്ന മക്കൾ നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മളെ കണ്ടീഷൻ ആയിട്ട് അങ്ങനെ ഒരു മൈൻഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു തോട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലൈക്ക് ആ ഒരു സ്ത്രീക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോ സെൽഫ് ലവിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മെന്റൽ ഹെൽത്തിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ട് നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാലേ, ഈ പണ്ടത്തെ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അവരെ മുന്നത്തെ ഉമ്മമാർക്ക് എന്ന് വെച്ചാല് ഇത്ര ത്യാഗം ചെയ്തു കൊടുത്താലും കുട്ടിയിൽ നിന്ന് തിരിച്ചു കിട്ടും. കാരണം ഒരു മരുമകൾ വന്നാല് പിന്നെ ഇവരെ പണി കുറയും, മോനും മരുമകൾ ഇവരെ നോക്കും, അങ്ങനെ കുറെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ഏഹ് അല്ലെങ്കിൽ ഇവര് കണക്ക് പറയും, എത്ര വർഷമായിട്ട് ഞാൻ നോക്കി വളർത്തി ഉണ്ടാക്കിയത്, അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ആകെ സ്വഭാവം മാറിപ്പോയി, കല്യാണ മന്ത്രം അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ പറയും. കാരണം അതെന്താ, അവര് പണ്ട് കൊടുത്തത് കണ്ടീഷനാണ്, അൺകണ്ടീഷൻ അല്ല. അവര് കൊടുക്കുന്നുണ്ടെങ്കിൽ കിട്ടണം എന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പത്തെ തലമുറക്ക് നമ്മൾ കൊടുത്തിട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് കരഞ്ഞിരുന്നാല് കിട്ടുവോ? കിട്ടാൻ സാധ്യത ഉണ്ടാവോ?
ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു ഏജിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനത്തെ ജനറേഷനിൽ ഉണ്ടായ ആണുങ്ങളുടെ ഭാര്യമാരാച്ച അവരുടെ ആ അമ്മമാരുടെ ബൈ പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോ പേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലത്തെ ഒരു എന്താ പറയാ, ഒരു എന്റെ അമ്മ എങ്ങനെയാണോ എന്നെ ചെയ്തിരുന്നത് അതുപോലത്തെ ഒരു ഭാര്യ, അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നതുകൊണ്ടാണ് മിക്ക ഡിവോഴ്സസും പ്രശ്നങ്ങളും ഇപ്പൊ എന്റെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ പേരിലാണ്. കാര്യം അവരുടെ അമ്മ അവരെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ജനറേഷനെങ്കിലും എന്താ പറയാ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മാറ്റം വരുന്നുണ്ടാവണം. അല്ലാതെ നമ്മള് ജനറേഷനിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ കുട്ടികൾ ഡിസിഷൻ എടുത്തു തുടങ്ങി. നമ്മളെപ്പോഴാണ് നമ്മളെ മാരേജിന്റെ സമയത്തൊന്നും വലിയ ഡിസിഷൻ എടുക്കാനുള്ള പവർ നമുക്കില്ല. കുടുംബ മഹിമയും അവിടുത്തെ സൗകര്യം ഇവിടുത്തെ സൗകര്യം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഉറപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ പാരന്റ്സിനോട് നോ പറയാനോ നമുക്കൊരു ഒരു സ്പേസ് ഇല്ല. അങ്ങനെ ആയിരുന്നു. അവരും അങ്ങനെയായിരുന്നു, അവരുടെ മുന്നുള്ളവരും അങ്ങനെ ആയിരുന്നു. കാരണം എന്റെ ഉമ്മൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഉപ്പാനെ കണ്ടിട്ടില്ല. കല്യാണം കഴിക്കണ അന്നാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പത്തെ തലമുറ എന്ന് വെച്ചാല് അവരൊരു ഒരു പീരീഡ് തന്നെ കൊടുത്തേക്കാണ്. ഈ പീരീഡിന്റെ ഉള്ളിൽ നോക്കട്ടെ, എന്നിട്ട് ആ ഒരു എന്താ പറയാ ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ കല്യാണം, അങ്ങനെ വന്നു തുടങ്ങിയേക്കുന്നു. നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോരും ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തും ചെയ്തില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രായക്കാർക്ക് ഒരു പ്രശ്നമാണിത്. അമൃത. 90കളില് ശേഷമുള്ളവരെ അങ്ങനെയാണ് മിക്കതും ഡിസിഷൻ എടുക്കുന്നത്. നമുക്ക് മാരേജ് എന്തിനാണ് എന്നുള്ള ഒരു ടോക്ക് അവരുടെ ഇടയിൽ. നമ്മൾ 90കൾ വരെയുള്ള ആൾക്കാര് ആ കല്യാണം കഴിക്കണം, ആ കഴിച്ചു, അത് ഇങ്ങനെ പോണ പോയി, അങ്ങനത്തെ ഒരു ഇതാണ്. കൂടുതൽ അല്ലാതെ എന്താന്ന് വെച്ചാൽ ഫാമിലിയുടെ ഒരു ഭാരമായിട്ട് നമ്മൾ മാറുകയാണല്ലോ ഒരു പ്രായം കഴിഞ്ഞാല്. അയൽപ്പക്കത്തെ വീട്ടിലത്തെ പെൺകുട്ടീനെ കാണാൻ 4 ആള് വന്നാൽ പിന്നെ ഇപ്പുറത്തെ വീട്ടിലത്തെ ഉമ്മാക്കും ഉപ്പാക്കും ബേജാറാ. നമ്മളെ വീട്ടിലെ ആരും നോക്കില്ലല്ലോ. പറയാം, ഒരു ഏജ് വരെ നമുക്ക് അതൊരു പ്രശ്നമല്ലാണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ 28 വരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് ഡിഗ്രിക്ക് പഠിക്കുമ്പോ തൊട്ടേ ഇവർക്ക് എല്ലാ ഞായറാഴ്ചയും പെണ്ണ് കാണലും ഇതന്നെയാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ ഞായറാഴ്ചകളിലൊക്കെ ഞാൻ എന്തെങ്കിലും പരിപാടികളിലും കാര്യങ്ങളിലും വല്ല ക്യാമ്പ് അതാ ഇത് പാർട്ടി പരിപാടി അങ്ങനെയായിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ എല്ലാ ഞായറാഴ്ചയും പെണ്ണ് കാണില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു വിശേഷം പറയാനില്ല. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ള വിശേഷം മാത്രമാണ് ഈ 28 വരെ എനിക്ക് പറയാണ്ടായുള്ളൂ. പക്ഷെ നമുക്കത് ഈ 28-29 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യങ്ങള് ഇല്ലാച്ചെങ്കിലും നമ്മുടെ താഴെയുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അവര് നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പോരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. നല്ലത് എന്ന് പറയാൻ ആളുണ്ടാവും, പൊട്ടാന്ന് പറയാൻ ആളുണ്ടാവും. പക്ഷെ നമ്മള് അത് അതിജീവിക്കണ അല്ലെങ്കിൽ അതിൽ നിൽക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു കാര്യങ്ങൾ നമുക്ക് മാത്രം മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സത്യം. തീർച്ചയായും തീർച്ചയായും. പിന്നെ ഇത് നമുക്ക് പറയാനൊരു സ്പേസ് ഇല്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ സംസാരിക്കണ പോലെ മറ്റുള്ളവർക്ക് പോയി സംസാരിച്ചാൽ നമ്മൾക്കെതിരെ സംസാരിക്കാനും നമ്മളുടെ ഈ ആശയത്തെ തന്നെ ആകെ ചുറ്റിക്കൂട്ടി കയ്യിൽ തരാനും ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളുടെ സീക്രറ്റ് ആയിട്ട് മനസ്സിൽ വെക്കുക. ഒരാൾക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല ഹാപ്പിനെസ്. മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക്, നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ട്. എല്ലാവരോടും നമ്മൾ പറയും എൻ്റെ കയ്യിൽ 1 കോടി ഉണ്ട്, 1 കോടി ഉണ്ടെന്ന്. 1 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും നമ്മളോട് കടം ചോദിക്കും, ഇല്ലേ? ആണോ? ഒരുപാട് വിഷമം. ഇപ്പൊ ലോട്ടറി അടിച്ചവർക്കൊക്കെ ശരിക്കും അവരുടെ ജീവിതത്തിൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലാവരും വന്ന് ചോദിച്ചിട്ടും മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട്. 1 കോടി രൂപ നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിൽ എത്ര സ്വത്ത് ഉണ്ട് വെച്ചാൽ നമ്മളത് വെളിപ്പെടുത്താൻ തയ്യാറാവില്ല. കടം ഉണ്ട് വെച്ച് വെളിപ്പെടുത്താൻ തയ്യാറാവും. പക്ഷെ സ്വത്ത് വെളിപ്പെടുത്തില്ല. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്വത്ത് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ വേണം നിങ്ങളുടെ സന്തോഷം സീക്രറ്റ് ആയിട്ട് വെക്കുക. കാരണം നമ്മളുടെ കൂടെയുള്ളവർക്കൊക്കെ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കണം ഒരു നിർബന്ധം ഉണ്ടാവില്ല. നിർബന്ധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും അത് സന്തോഷമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന ഓരോ സമാധാനത്തിന്റെ ഓരോ 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 സെല്ലുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ സമാധാനം ഇങ്ങനെ സംഭരിച്ചു വെക്കുമ്പോൾ അതൊക്കെ കൂടി കൊണ്ടുപോകാൻ ഒരു ചിരി മതി. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരു പുച്ഛത്തോട് കൂടി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊത്തം സമാധാനം പോയി. നീ ചിരിച്ചില്ലെങ്കിലും സമാധാനം പോയി. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മളുടെ ഹാപ്പിനെസിന്റെ കീ കൊടുക്കരുത്. മറ്റുള്ളവര് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും അവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിചാരിച്ചത്? മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ നിസ്സഹായ അവസ്ഥ തെളിയിക്കാൻ വേണ്ടി ആവശ്യമില്ലെങ്കിൽ, ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ്
വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ ആവശ്യമില്ലെങ്കിൽ ഈ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ നമ്മൾ ഇതിങ്ങനെ പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി കുറേ വർത്താനങ്ങളോ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴും അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ വിചാരിച്ചു, നമ്മളെ തന്നെ പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കരുത്. സത്യം എന്നാണെങ്കിൽ അത് തെളിഞ്ഞോളും. നമുക്ക് നമ്മളൊരു വാല്യൂ കണ്ടെത്തണം. നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കാതെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളുടെ സ്കിൻ ടോണ്, ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളുടെ വോയിസ് ടോണ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുണ്ടോ? സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് 10 വർഷം ഞാൻ മെന്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സൗന്ദര്യം ഇല്ല എന്നാണ്, അത് എൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം എനിക്ക് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ചില ആളുകളുടെ കാഴ്ചപ്പാടിൽ. ഞാൻ എന്താ ചെയ്യാ, എന്റെ സൗന്ദര്യത്തെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇതേ ഉള്ളൂ എന്റെ കയ്യില്. അന്ന് എനിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എപ്പോഴാണോ ഞാൻ എന്നെ അംഗീകരിച്ചു തുടങ്ങിയത്, അപ്പോഴാണ് എനിക്ക് എന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാനും കുറച്ചും കൂടി ഈസി ആയിട്ട് സ്നേഹിക്കാനൊക്കെ പറ്റി തുടങ്ങിയത്. നിങ്ങളുടെ ഹാപ്പിനെസിന്റെ, അപ്രീസിയേഷന്റെ, നിങ്ങളുടെ ട്രസ്റ്റിന്റെ, ബഹുമാനത്തിന്റെ ഒന്നിന്റെയും ഒരാളിലും കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കരുത്. അവരെങ്ങോട്ട് ഈ കൺട്രോൾ ചെയ്യുന്നു അത് മാത്രമായിട്ട് നിങ്ങൾ മാറരുത്. അത് മാത്രമായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ ഫാമിലിക്കുമാണ് അതിന്റെ പ്രയാസങ്ങൾ വരാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്റെ മിസ്റ്റേക്കുകൾ എന്താ. എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും എളുപ്പം എന്താ പറയുക, മറ്റുള്ളവരെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് പെട്ടെന്ന് പറ്റും. നമ്മൾ പിന്നെ ഭയങ്കര തങ്കക്കൊടാണല്ലോ. നമുക്ക് പ്രത്യേകിച്ച് മിസ്റ്റേക്കുകളൊന്നും ഇല്ലല്ലോ നമ്മളുടെ കാഴ്ചപ്പാടിൽ. പക്ഷെ മറ്റുള്ളവർ പറയുന്ന കുറെ മിസ്റ്റേക്കുകൾ നമ്മൾ അംഗീകരിക്കും. നമ്മൾ നമ്മളുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. എന്നാലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ നിങ്ങളിലോട്ട് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ എല്ലാ മിസ്റ്റേക്കുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നാട്ടുകാർ കണ്ടുപിടിക്കണം കാട്ടി മുന്നേ, കുടുംബക്കാർ കണ്ടുപിടിക്കണം കാട്ടി മുന്നേ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. കാരണം നമ്മളുടെ മിസ്റ്റേക്കുകൾ വേറെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു പക്ഷെ മടിയായിരിക്കാം, പ്രൊക്കാസ്റ്റിനേഷൻ ആയിരിക്കും, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാത്തതായിരിക്കാം, നമ്മൾ നന്നായി പഞ്ചസാര കഴിക്കുന്നുണ്ടായിരിക്കാം, അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മൾ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് സ്നേഹമല്ല കേട്ടോ. ഇമോഷണലി വല്ലാതെ എല്ലാവരുമായി അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ബന്ധം അങ്ങോട്ട് വരുമ്പോൾ വല്ലാതെ വേദനിച്ച് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്നത് ഒരിക്കലും സ്നേഹമല്ല. നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് ആരും കണ്ടിട്ട് നിൽക്കല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്റെ ഇമോഷൻ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് പീരീഡ്സിന്റെ മുന്നേ എനിക്ക് കുറച്ച് ദിവസം ദേഷ്യം ഉണ്ടാവും, അത് എൻ്റെ ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതിന് എന്തൊക്കെ എന്റെ റൂട്ടീൻസ് മാറ്റിയാൽ അത് ബെറ്റർ ആക്കാൻ പറ്റും. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മിസ്സേ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ, നിനക്ക് മാത്രമുള്ളതാ. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നവരോട് അത് പറയുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രഷറും കൂടെ നമ്മൾ താങ്ങാൻ ഓക്കെ ആവുക. നമ്മുടെ ആ പ്രശ്നം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പീരീഡ്സിന്റെ മൂഡ് സ്വിങ്സ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളൂ. എല്ലാത്തിനും പ്രശ്നം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം വേണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ എൻ്റെ ഒരു ബിഹേവിയറിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ എനിക്കുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാധനം ചാറ്റ് ബോക്സിൽ ഇടണമെന്നൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച് അതൊന്ന് കുറക്കണം എന്ന്. വെറുതെ വുമൻസ് ഡേക്ക് കുറെ പ്രസംഗിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലും മാറ്റം വേണ്ട നമുക്ക്. ചിലപ്പോൾ കുട്ടികളോട് അമിതമായിട്ട് ദേഷ്യപ്പെടുന്നതായിരിക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ദേഷ്യപ്പെടുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഫിസിക്കലി വേദനിപ്പിക്കുന്നുണ്ടാകും. എന്ത് ദേഷ്യം വന്നാലും പ്രയാസം വന്നാലും. അപ്പോ 2 ഡിസിഷനാണ് ഇന്ന് എടുക്കേണ്ടത്. 1, നമ്മളിലുള്ള പ്രശ്നം മാറ്റേണ്ടത്. 2, മടി.
ഒന്ന് പ്രശ്നം മാറ്റേണ്ടത്. 2 എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇനി ഒന്നുമില്ല വീട്ടിലാണ് നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്, നമുക്കിപ്പോ ഫാമിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കമന്റ് ഒന്ന് വായിച്ചിട്ട് വരാവേ. മക്കളെ തല്ലി തീർക്കണ വലിയ പ്രശ്നമാണ് കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ നമ്മളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കണില്ലേ? ആഗ്രഹിക്കണില്ല. അതിന് പകരം 2 തന്നിട്ട് ഇതാണ് എന്റെ സ്നേഹം, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്റെ സ്നേഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇപ്പൊ നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളല്ലേ പ്രസവിച്ച്, എന്റെ കുട്ടിയല്ലേ, തിരിച്ചൊന്നും ചെയ്യില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് ഓരോ ഇടി കൊടുക്കും. ഞാനും നല്ല കൊടുത്തിരുന്ന തന്നെയാണ് ട്ടോ. ഞാൻ അത്ര ഇതൊന്നല്ല, ഞാൻ നല്ല അടിച്ചിരുന്നു. ഓക്കെ, പക്ഷെ നമ്മളുടെ ആ ഇമോഷൻ നമ്മൾ ഇത് ലുബിനാണെന്ന് തോന്നുന്നു. നമ്മളെ ക്ഷമിക്കാനേ പാടുള്ളൂ, സഹിക്കാൻ പാടില്ല. ഒരാൾ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ഷമിക്കാനേ പാടുള്ളൂ, സഹിക്കാൻ പാടില്ല. സഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഞാൻ നല്ലൊരു ആളാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എടുത്തു വെക്കുക. ഈ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമുക്ക് ദേഷ്യം വരും ചെറിയൊരു കാര്യത്തിന്. കുട്ടികളെ എന്തിനാണ് അടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തതിനാണോ, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചൊരു പ്രശ്നം കൊണ്ടാണോ, നമ്മളുടെ ദേഷ്യം കൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ നമ്മളുടെ ദേഷ്യം കൊണ്ടാണ്. അതെന്തുകൊണ്ട്? നമ്മൾ 2 തവണ പറഞ്ഞു, മൂന്നാമത് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട്. കുട്ടി വീണിട്ടുണ്ടാകും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും, അതായിരിക്കും നമുക്ക് ദേഷ്യം ഉണ്ടാവും. ഒരു കപ്പ്, ഇവിടെ ഇപ്പൊ കപ്പില്ല, എന്ത് കാണിക്കാന്ന് വെച്ചാല് ഇപ്പൊ ഇത് സാധനം, ഇത് കണ്ടോ, ഇതിനുള്ളിൽ മണ്ണുണ്ട്. ഓക്കെ, മണ്ണുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ കൈ തട്ടിയിട്ട് ഇത് നിലത്ത് വീണു എന്ന് വിചാരിക്കാം. അപ്പൊ സത്യത്തിൽ ഇതിനുള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറത്തു പോയി. ഇപ്പൊ ഈ ലീഫും മണ്ണും ഒക്കെ കൂടി പുറത്തു പോയി. ഓക്കെ, എന്തുകൊണ്ടാ അത് പുറത്തു പോയത്? ഇതിന്റെ ഉള്ളിലുള്ളതാണ് പുറത്തു പോകുള്ളൂ. ഇതിനുള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും പോകാനുണ്ടാകില്ല. അതുപോലെ ഇപ്പൊ ഈ ചായ ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. ചായ തട്ടിയിട്ട് പുറത്തു പോകുന്ന ചായ അതിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ പുറത്തേക്ക് എന്താണോ വരുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം രീതിയിലുള്ളത് കൊണ്ടാണ്. ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ഇപ്പോഴുള്ളാവില്ല, പഴയതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. നമ്മളത് ഇറക്കി വെക്കാൻ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇറക്കി വെക്കാനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയോ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി എന്നൊക്കെ പറഞ്ഞ കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതല്ല, മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുണ്ടാവില്ല. നമ്മൾ അത് പഠിക്കണം. ആദ്യം നമ്മളെ റെജ്യൂനേറ്റ് ചെയ്യാം. അത് ശരിയാണ്. നിങ്ങള് എങ്ങനെ ഇറക്കി വെക്കണമെന്ന് നമ്മളിപ്പോ എത്ര ഇതായാലും അത് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇറക്കി വെക്കാന് നമ്മൾ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. കാരണം എല്ലാവരുടെ വീട്ടിലത്തെ കിണറും ഒരേ എണ്ണം റിങ് ആണോ ഉള്ളത്? എല്ലാ സ്ഥലത്തും നമ്മുടെ കാര്യങ്ങൾ കൂട്ടി വെക്കുന്നു. അത് ഇറക്കി കളയണം നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇങ്ങനത്തെ ഉള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇറക്കി വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെ ഇറക്കി വെക്കാൻ ശ്രമിക്കും തോറും അത് വീണ്ടും വീണ്ടും കയറി വരിക എന്നല്ലാതെ അതാണ് പറഞ്ഞത്. ഇറക്കി വെക്കാൻ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്താൽ ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറക്കി വെക്കുക എന്ന് പറയുമ്പോൾ വെക്കാൻ ഒരു സ്ഥലം വേണം. പിന്നെ ഇറക്കിയിട്ട് നമ്മളല്ലാതെ ചിലപ്പോൾ ഒരാളെ ഹെൽപ്പ് വേണ്ടി വരും അത് ഇറക്കി കൊണ്ടുപോകാൻ. കാരണം നമ്മൾ കണ്ട കാഴ്ചകൾ, കേട്ട വാക്കുകളൊക്കെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും. എല്ലാ നാട്ടിലും ഒരേ ആഴത്തിലാണോ വെള്ളം കിട്ടുക? ചില നാടുകളിൽ ഒരുപാട് ആഴത്തിലോട്ട് പോകേണ്ടി വരും, എന്നാൽ ആ നാട്ടിൽ വെള്ളം കിട്ടുക. ചില നാട്ടിൽ അധികം ആഴം വേണ്ടി വരില്ല, അപ്പത്തിനും വെള്ളം കിട്ടും. അതുപോലെയാണ് നമ്മളുടെ മനസ്സിലത്തെ ഡെപ്ത്. കാരണം എത്ര നമ്മൾ ആഴത്തിൽ പോയാലാണ് നമുക്ക് പ്രശ്നം എവിടെ എടുക്കുന്നത് നമുക്ക് അറിയില്ല. നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തടത്തായിരിക്കും നമ്മുടെ പ്രശ്നം കെടുക്കുന്നത്. അത് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ കുറച്ച് പ്രശ്നമാണ്. കുറച്ച് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. അത് ഈസി അല്ല, കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ കിടക്കണാണല്ലോ. വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മാജിക് ഒന്നുമില്ല. പക്ഷെ മാറും കേട്ടോ, മാറും. ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മാറ്റാൻ പറ്റും. അപ്പൊ
നമ്മൾ നല്ലൊരു പാരന്റ് ആവണമെങ്കിൽ, നമ്മൾ നല്ലൊരു വൈഫ് ആകണമെങ്കിലൊക്കെ മെന്റൽ ഹെൽത്ത് നമ്മൾ കൂടുതലായിട്ട് സമ്പാദിക്കണം. ഇവിടെ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കുട്ടികൾ നാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ, ഈ എപ്പോഴും ഇടി കിട്ടുന്ന കുട്ടികളുടെ മനസ്സിൽ നമ്മളോട് എന്താ തോന്നുക? ഒരു കുട്ടിക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ 11 ആണോ 9 ആണോന്ന് അറിയില്ല. കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കൺസൾട്ടേഷന് വന്നതാണ്. ഉമ്മയുണ്ട് ഉപ്പയുണ്ട്. അപ്പൊ ഇവരെ മാറ്റി നിർത്തി ഞാൻ സംസാരിച്ചപ്പോ മോന് പറയാണ്, എനിക്ക് വീട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ല, വീട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ല, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ല. എന്താന്ന് ചോദിച്ചാല് ഉമ്മാനെ കാണുമ്പോ പേടിയാണ്. ആ ഒരൊറ്റ മോനാണ് പേടി. എന്താ, ഉമ്മ ഭയങ്കര സ്നേഹാണ്, ഉമ്മക്ക് നല്ല സ്നേഹാണ്. പക്ഷെ സ്നേഹത്തിന്റെ ഭാഷ എങ്ങനെയാണെന്ന് വെച്ചാ കുട്ടീനെ ഇങ്ങനെ എന്താ പറയാ, പഠിക്കാത്ത കാര്യത്തിൽ ഭയങ്കര പ്രഷർ ചെയ്ത് പഠിക്കണതേ കുട്ടിക്ക് ഇഷ്ടമില്ലാണ്ടായി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉമ്മ വരുമ്പോ തന്നെ കുട്ടിക്ക് ബേജാറാണ്, അടിക്കാനാണ് ഇടിക്കാനാണ്. പിന്നെ വാക്കുകൾ, നീ അങ്ങനത്തെ കുട്ടിയല്ലേ, ഇങ്ങനത്തെ കുട്ടിയല്ലേ, നീ പഠിക്കാത്ത കാരണം ഇങ്ങനെ വേണം അങ്ങനെ വേണം, കമ്പയർ ചെയ്തിട്ട് വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ റൂമില് അവനെ സെപ്പറേറ്റ് ആക്കിയിടുക. പക്ഷെ ഇപ്പൊ ഒക്കെ മാറിയിട്ട് ആ ഉമ്മാക്ക് അറിയില്ല, ആ ഉമ്മാക്ക് ആ കുട്ടീനെ അറിയില്ല. നമ്മൾ വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രയധികം പ്രയാസപ്പെട്ടിട്ട് ഇവൻ എന്താ ശരിയാവാത്തത് എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ് നമ്മള് ചെയ്ത പോലെയാണ് നമ്മൾ പ്രഷർ ചെയ്യുന്ന കുട്ടികളെ. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടാണ് പാരന്റിങ്. നമ്മൾ പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അതിന് സ്ത്രീകൾക്ക് മെന്റൽ ഹെൽത്ത് വേണം. അപ്പൊ അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അരമണിക്കൂർ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്, ഇപ്പൊ 1 മണിക്കൂറിലേറെയായി. എന്താണ് നിങ്ങൾ എടുത്തൊരു തീരുമാനത്തില്, നിങ്ങൾക്ക് ഇന്ന് സെഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾ എല്ലാവരും ഡോപ്പാമിൻ ഹബിലുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഡോപ്പാമിൻ ഹബിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഗ്രൂപ്പിൽ വന്നിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഇനിയിപ്പോ ഡൊപ്പാമിൻ ഹബിലുള്ളവരാണെങ്കിലും നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലുള്ളവരാണെങ്കിലും അതിൽ നിങ്ങൾ എന്താണ്, അതിലുള്ളവർക്ക് നിങ്ങളുടെ മെസ്സേജ് എന്താണ്? എന്റെ മെസ്സേജ് അല്ല, നിങ്ങളുടെ ഇന്നത്തെ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ മെന്റൽ ഹെൽത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുന്നുണ്ട്. പാരന്റ്സിനെയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള കുറെ പ്രോഗ്രാമുകൾ എസ്ക്യൂബ് അക്കാദമി ആ വോയിസ് അയക്കാട്ടോ. കാരണം വോയിസ് എങ്ങനെ വേണമെങ്കിലും അയക്കാം, നോ ഇഷ്യൂ. നിങ്ങൾ പഠിച്ചൊരു പാഠം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് അതൊരു ദാനം കൂടിയിട്ടാണ് കേട്ടോ. അതൊരു അതൊരു ചാരിറ്റി കൂടിയിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് ഒരു മനുഷ്യന് ഒരു മാറ്റം ഉണ്ടായിട്ട് ആ മാറ്റത്തിലൂടെ ആ കുട്ടിക്ക് ഒരു സമാധാനം കിട്ടുക, അവരുടെ ഹസ്ബൻഡിന് ഒരു സമാധാനം കിട്ടുക, സമാധാനം പോയിട്ട് ആ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒറ്റ മൊമെന്റിൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അറിയുന്നവരൊന്നും ആവില്ല കേൾക്കുന്നത്, അറിയുന്നവരാവില്ല മനസ്സ് മാറുന്നത്, നമ്മൾ അറിയാത്ത വ്യക്തികളായിരിക്കും. നമ്മൾക്ക് അങ്ങനെ ഒരു ഭയങ്കര കഴിവുണ്ട് മനുഷ്യർക്ക്. നമ്മൾ എത്ര സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആ സംസാരത്തിലൂടെ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. സ്ത്രീകളെക്കാൾ കൂടുതൽ അതിന് പറ്റിയ ആളുകൾ വേറെ ഇല്ല. കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ. അതേ സ്ത്രീക്ക് തന്നെയാണ് മറ്റൊരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഞാൻ സംസാരിച്ചതിൽ ഒരുപാട് രോഷമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്റെ ചിന്തകൾ കൊണ്ടോ എപ്പോഴെങ്കിലും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു. ഐ ആം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൗഡ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എന്റെ എല്ലാ സൂപ്പർ അയൺ ലേഡി വുമൺസിനും ഞാൻ എന്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് തന്നിരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്.